ആ കൊച്ചു കിടന്ന് പിടയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നു. പിന്നെ അവൻ ആസെറ്റ് കറക്റ്റ് ഒഴിച്ചു കൊടുത്തത് തന്നെ, കള്ളിനകത്ത് ഒഴിച്ചു കൊടുത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല സംഭവിച്ചത്. ആസിഡ് കുടിച്ചെന്ന് അയാൾ പറയുന്നെങ്കിലും ഞാൻ വിശ്വസിക്കത്തില്ല. അന്നേ ഞാൻ പറഞ്ഞതാ ഇവൻ കൊള്ളത്തില്ല മോളെ, കൊള്ളത്തില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു കേൾക്കാതെ പോയതാണ്. ആസിഡും ചാരം കൂടെ ആരും എടുത്താൽ മനുഷ്യൻ്റെ വായി വെച്ച് കൊടുക്കാൻ പറ്റുമോ? ചുമ്മാ കുറെ കള്ളും മേടിച്ച് ഷിജുവിനും ഷാനിഷാക്കും ഉപ്പാക്കും കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് തന്നിട്ട് ഇത്ര ഫസ്റ്റ് തന്നിട്ട് പറഞ്ഞു നീ ഒപ്പിട്ട് തരാം. ഞാൻ കൊടുക്കും ഒപ്പിട്ട്. 4 സെന്റ് ഒപ്പിട്ട് കൊടുക്കണം, 5 സെന്റ് ഒപ്പിട്ട് എടുക്കണം, വീട്ടിന്റെ പുറത്തോ അവർക്ക് മക്കൾ കൊടുക്കണം. ഞാൻ കൊടുക്കണം. എന്നെ ഇഷ്ടം പോലെ ആക്കി. ഞാൻ മരിച്ചു പുറത്തെല്ലാം പോസ്റ്റ്മോർട്ടം സുധീറിന്റെ പുറത്ത്. സബീനയുടെ ഭർത്താവ് മരിച്ചു. അവിടെ രക്ഷകനായി വന്നത് സബീനയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ സുധീർ ആയിരുന്നു. പക്ഷേ സബീനയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. സബീനയെ പിന്നെ കാണുന്നത് മരണപ്പെട്ട നിലയിലായിരുന്നു. ഇവിടെ തുടങ്ങുകയാണ് സബീനയുടെ മരണത്തിലെ ദുരൂഹതകൾ. സബീനയെ മദ്യത്തിൽ ആസിഡ് കലക്കി കുടിപ്പിച്ചു കൊന്നത് സുധീർ ആണെന്നും അതല്ല സബീന സ്വന്തമായി ആസിഡ് കുടിച്ചതാണെന്നും രണ്ടു പക്ഷമുണ്ടായി. എന്തായിരിക്കും യഥാർത്ഥത്തിൽ സബീനയ്ക്ക് സംഭവിച്ചത്? ഇത് കൊലപാതകമോ അതോ ആത്മഹത്യയോ? കൊലപാതകം തന്നെ ചെയ്തതാണ് അവൻ. പിന്നെ ഇതിനു മുമ്പ് ഈ കൊച്ചിനെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ കൊച്ചൊന്നും ചെയ്തിട്ടില്ല. അടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ ആ കൊച്ചിൻ്റെ മോനാ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്ന് പിന്നെ ഇടയ്ക്ക് വെച്ച് വസ്തുവിന് ഒപ്പിട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഇവനും ഇവൻ്റെ മൂത്താൻകുടിയിലെ മോനും കൂടെ ഈ കൊച്ചിനെ അടിച്ച് ഈ കൊച്ചിറങ്ങി ഓടിയിട്ട് ഈ കൊച്ചിൻ്റെ സ്വന്തം മോക്കളുടെ ഈ ഒരു മോളുള്ള അടുത്ത് പറഞ്ഞ് മക്കളെ എന്നെ ഇതുപോലെ അടിക്കുന്നു, നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അമ്മച്ചി ഒരു ആട്ടോ വിളിച്ച് വാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഒരുപാടും അടിച്ച്. പിന്നെ ഈ അടിച്ചിട്ട് ഒരു ദിവസം ഞാൻ അടിച്ച് സഹി ഈ കൊച്ച് തൂങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ ഒരുപാട് വട്ടം അടിച്ചിട്ടുണ്ട്. മരണത്തിന് ഏറ്റവും കൂടുതൽ കാരണക്കാരി 2 മക്കളാണ്. അവർ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുവാണ്. കേരള പോലീസിന് ഞാനല്ല ശമ്പളം കൊടുക്കുന്നത്. അവർ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാ റെക്കോർഡുകളും എനിക്കെതിരെ അല്ല, അത് സ്വയം ചെയ്യാനുള്ള വ്യക്തമായ ധാരണയുമുണ്ട്. പിന്നെ അതുകൊണ്ടാണ് എന്നെ അവരിതുവരെ അറസ്റ്റ് ചെയ്യാത്തത്. ഞാൻ നിരവസായല്ലോ, ഞാനിപ്പോൾ ഈ വീട്ടിലിരിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഇല്ല എങ്കിൽ എന്നെ എപ്പോഴും അവർ പൊക്കി കൊണ്ടുപോയാനായിരുന്നു. പോലീസിൻ്റെ അനാസ്ഥ ഇതിനകത്തുണ്ട്. 3 പ്രാവശ്യം ഞാൻ കേസെടുത്തിട്ടില്ല. എനിക്ക് അതിനകത്തൊക്കെ സംശയമുണ്ട് പോലീസുകാരാണ് സൈഡാണെന്നുള്ളത്. ഇപ്പോൾ കൊച്ചിൻ്റെ ഒരു ഫോൺ അവിടെ നിൽപ്പുണ്ട്. അത് എൻ്റെ മോൻ ചെന്ന് ചോദിക്കുമ്പോഴെല്ലാം അത് നോക്കി തീർന്നില്ല 21 ദിവസമായിട്ട് നോക്കി തീർന്നില്ല. അതിനൊക്കെ നമ്മൾ എന്തോ പറയും? അതിനകത്തുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രേഖകൾ മൊത്തം ഉണ്ട് അതിനകത്ത്. ഈ കൊച്ച് തള്ളയെ വിളിച്ച് പിന്നെ എനിക്ക് ജീവിക്കാൻ ഒക്കുന്നില്ല, മറ്റേ എന്നെ ഇന്നും ഉപദ്ര എന്നൊക്കെ പറഞ്ഞ് എല്ലാം അതിനകത്തുള്ള ആ ഫോണിലുണ്ട്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ 21 ദിവസം കൊണ്ട് ഈ ഫോൺ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കേസ് വൈകി 21 ദിവസമായില്ല. ഇപ്പം എന്തെങ്കിലും ഒരു പിന്നെ അവിടെ വന്നൊന്ന് തിരക്കുകയോ ഐഡി കാർഡ് ചോദിക്കുകയോ എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആത്മഹത്യ അല്ലാന്ന് വിചാരിക്കുന്ന കാരണം എന്താണ്? ആത്മഹത്യ അല്ലെന്ന് വെച്ചാൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒന്നാമൊരു വട്ടം തന്നെ ഇവർ തൂങ്ങിയത് അവരൊരുപാട് അടിച്ച് വായിന്നൊക്കെ ചോരയൊക്കെ വന്ന് പിന്നെ ഞാനും ഈ സുധീറിൻ്റെ ഇളയ മോനെ ഷൈൻഷായും കൂടെ പിന്നെ ഉപ്പയും പാപ്പയും കൂടെയാണ് ഇവർ ആശുപത്രി കൊണ്ടുപോകുന്നത്. ആശുപത്രി കൊണ്ടുപോയ സമയത്ത് ഇങ്ങേര് നാട് വിടാനൊക്കെ ആയിട്ട് നിന്നതാണ്. അതായത് മരിക്കുവാണെങ്കിൽ ഞാൻ നാട് വിട്ട് പോവും, എനിക്ക് കേസിൻ്റെ പുറകെ നടക്കാൻ വയ്യ, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. കാരണം ഇവർ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ഇവിടെ ഇല്ലായിരുന്നു ഞാൻ. പെങ്ങൾ അവിടെ പെങ്ങളെ നോക്കാൻ നിന്ന അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു നമുക്ക്. അവരും അവരുടെ മോളൊക്കെ പറയുന്നത് അവരുടെ മോള് വന്ന് തട്ടിയിട്ട് ഇവർ കഥ പറഞ്ഞില്ല. നോക്കാൻ നിന്ന് അവർ വന്നപ്പോഴാണ് കഥ തുറക്കുന്നത്. കഥ തുറന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. അവരും അവരുടെ മോളും പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. പിന്നെ പെങ്ങൾ മണ്ടയിൽ ഇറങ്ങി വന്നിട്ട് കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഇങ്ങനെ കൊണ്ടുപോയില്ല. ഇങ്ങനെ പറയുന്നത് എൻ്റെ 10 വർഷം പോവും, പിന്നെ ഞാൻ ദേഹത്ത് തൊട്ടിട്ടില്ല, ഫിംഗർ പ്രിൻ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് ഇങ്ങനെ പറയാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെങ്ങൾ കരച്ചിൽ സൗണ്ട് കൂടി നെഞ്ചത്തൊക്കെ അടിച്ചപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോയി. അന്നേരം തന്നെ ഏതാണ്ട് 1 മണിക്കൂർ പുറത്ത് പോയി. 1 മണിക്കൂർ 1.5 മണിക്കൂറായി. എൻ്റെ അടുത്ത് ഇപ്പം തലയ്ക്കും ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് അമ്മച്ചെടുത്ത് ഞാൻ നാളെ ഒരു കാര്യം പറയാം, ഈ മരിക്കുന്നതിൻ്റെ അന്ന് ഒരു കാര്യം പറയാം, അമ്മച്ചടുത്ത് മാത്രമേ പറയൂ എന്ന് പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ മീൻ കച്ചവടത്തിന് പോയിട്ട് വന്നാൽ ഈ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുന്നത്. അന്നേരം ഇവർ 5 പേര് ആ വീട്ടിലുണ്ട്. പെറ്റി കിടക്കുന്ന കൊച്ചും അതിനെ നോക്കാൻ നിൽക്കുന്ന കൊച്ചും അതിൻ്റെ ഒരു മോളും ഈ കാക്കായും എല്ലാവരും ഉണ്ട്. 5 പേരുണ്ട്. എന്നിട്ട് ഈ സംഭവം ഇത്രയും നടന്നിട്ടും അതിനകത്ത് ഈ ബഹളം കേട്ടിട്ടും ഈ കാക്ക വിളിച്ചിട്ട് ഒന്നും കഥ തുറക്കത്തില്ലായിരുന്നെന്ന്. അങ്ങനെയാ പിന്നെ ലാസ്റ്റ് കഥ തുറയടാ എന്ന് പറഞ്ഞ് തുറന്ന്
അപ്പോഴത്തേക്ക് ഇവ എടുക്കത്തുമില്ല, ഒന്നുമില്ല. ഇവൻ വീഡിയോ എടുക്കുന്ന ആ കൊച്ചിൻ്റെ, ആ കൊച്ചു കിടന്ന് പിടയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ശരിയാണ്, ഞാൻ വീഡിയോ എടുത്തിരുന്നു. വീഡിയോ എടുത്തല്ലേ? എടുത്തെടുത്ത് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. നിൻ്റെ മോനെ ഞാൻ ഗൾഫിൽ മോനെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു. ഞാനിത് മോനെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. ആ 3 വീഡിയോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചതാണ്. പിന്നീട് ഇവിടെ നടന്ന മൊത്തം ഈ CCTV മൊത്തം ഉണ്ട്. ഈ പുള്ളി തോട്ടത്തിൽ പോയി നിൽക്കുന്നതും തിരിച്ച് വരുന്നതും അവിടുന്ന് ഈ കന്നാസെടുത്ത് കഷത്ത് വെച്ചുകൊണ്ട് കയറി വരുന്നതും എല്ലാം CCTV ഉണ്ട്. പോലീസുകാർ കണ്ടായത്. പൊടിക്കുഞ്ഞൊന്നുമല്ല ഞാനെടുത്ത് വായിലോട്ട് ഒഴിച്ചു കൊടുക്കായി. ആണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആസിഡും ചാരം കൂടെ ആരും എടുത്താൽ മനുഷ്യൻ്റെ വായു ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഫോറൻസിക്കാർ വന്നെടുത്ത റിപ്പോർട്ടുണ്ട്. അവർ അത് പരിശോധിച്ച് നോക്കിയാണ് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഗ്ലാസ് പുള്ളി കഴിച്ച ഗ്ലാസ് വേറെ തൊട്ടിട്ടില്ലായിരുന്നു. പുള്ളിയുടെ ഫിംഗർ പ്രിൻ്റ് അതിനകത്തുള്ളൂ. പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടും പറയുന്നു, ഞാനൊരു തെറ്റുകാരനല്ല. എന്നെ ഹറാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംഭവിച്ചത് ആസിഡ് കുടിച്ചെന്ന് അയാൾ പറയുന്നെങ്കിലും ഞാൻ വിശ്വസിക്കത്തില്ല. അവർ എൻ്റെ അടുക്കൽ കൊച്ച് സിറ്റൗട്ട് ഇരുന്നപ്പം പറഞ്ഞ്, മാമ ഞാൻ എങ്ങോട്ടേലും പോയി, ഇവൻ്റെ വഴക്ക് മേടിച്ചാപ്പേന്ന് പറഞ്ഞത്, ഞാൻ എങ്ങോട്ടേലും പോവുക. ഞാൻ പറഞ്ഞു എവിടെ പോകുന്നു? ഞാൻ എങ്ങോട്ടേലും പോവുക, എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു അത് നിനക്ക് ശരിയാകത്തില്ല കുഞ്ഞ്, നിൻ്റെ മുതലായത്, അതും കളയത്തിൽ നീ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചങ്ങ് വെളിയിലിറങ്ങിപ്പോയി. ഈ കൊച്ച് വെളിയിലിറങ്ങിയപ്പോൾ അത് പണി ഇച്ചിരി കഴിഞ്ഞപ്പോൾ കയറി അങ്ങ് പെരയ്ക്കകത്തോട്ട് വന്നു. ഇയാളെന്തിനാ അവിടെ കിടക്കുക, എൻ്റെ മോൻ. അപ്പോൾ ഇയാൾ കയറി കഥ അങ്ങ് അടച്ച്. അപ്പോൾ പെരയ്ക്കകത്ത് കിടക്കുമ്പോൾ പിന്നെ നമുക്കറിയത്തില്ല. അന്നേരം ഈ കൊച്ചിച്ചിട്ട് കഴിഞ്ഞപ്പോൾ കിടന്ന് വേളം കാണിക്കുന്നു. അപ്പോൾ എൻ്റെ കൊച്ചുമോൾ പ്രസവിച്ച് കിടക്കുക. അപ്പോൾ അതിനെ നോക്കാൻ നിന്ന പെണ്ണും ആ പെണ്ണിൻ്റെ മോനും ചെല്ലും കഥ നട്ടിട്ട് തുറക്കത്തില്ല. ലാസ്റ്റ് ഇയാൾ തുറന്നു വെച്ചും പറയുക, ഇതാ കിടക്കുന്നു നോക്ക്, ഞാൻ എന്താ വേണം, ഞാൻ എന്നും കൊല്ലാം മരുന്ന് മാറ്റി കൊടുത്ത് ആസ്പത്രിയിൽ കൊണ്ടുപോകണോ എന്നും പറഞ്ഞ് ഇയാളൊരു ബഹളം. ഞാൻ പറഞ്ഞു, നീ എന്തായാലും ആസ്പത്രി കൊണ്ടുപോകും. ഞാൻ 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോഴേ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഞാൻ പള്ളു പറഞ്ഞ് എന്തായാലും വേറെ ചില ഇവിടെ വിളിച്ച് ഈ കൊച്ചിനെ വണ്ടിക്കകത്ത് കയറ്റി വിട്ടിട്ട് അത് ഇപ്പം മാസിഡും കുപ്പിയൊക്കെ എടുത്തിട്ട് വരുന്നത്. ഇത് കണ്ടോന്നും പറഞ്ഞു. അന്നേരം എൻ്റെ കൊണ്ട് കൊണ്ട് മാറ്റി വെക്കാൻ. അത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇതിൽ കുപ്പി മരുന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അതിനകത്ത് പകുതിയുണ്ട്. അന്നേരം അയാൾ പറയുന്നത് ഇതിനകത്ത് ആദ്യമായിട്ട് ചേർത്തെന്ന്. ഇയാളല്ല, അന്നേരം അതിന് മുമ്പേ പറഞ്ഞു, ഇയാൾ ആ കൊച്ചിനെ കൊണ്ട് ആസ്പത്രിയിൽ പോയില്ലേ. ആസ്പത്രിയിൽ ചെന്ന് അങ്ങോട്ട് കയറ്റി അവർ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞ് മരിച്ചെന്നാണ്. അന്നേ ഞാൻ പറഞ്ഞതാ, ഇവൻ കൊള്ളത്തില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു കേൾക്കാതെ പോയതാ. കെട്ടിയിട്ടുമില്ല, രജിസ്റ്റർ ചെയ്തിട്ടുമില്ല, രണ്ടുമില്ല. ഈ വീട് തന്നെ വെച്ചത് അവളെ പൈസയ്ക്കാണ്. ഇപ്പം ആ വീട്ടിൽ സ്വന്തം മോനിക്ക് പോലും കയറാൻ പറ്റത്തില്ല. അവൻ്റെ മൂത്താംകുടിയിലെ മോനും പിന്നെ മറ്റുള്ളവരും കുടിച്ച് പേഞ്ഞ് അതിനകത്ത് കിടക്കുക. ആരും കയറാൻ സമ്മതിക്കത്തില്ല. അവരെ അവിടുന്ന് ഇറക്കണം. എനിക്ക് നല്ല സംശയമുണ്ട്. ഇല്ലെങ്കിൽ ഈ കന്നാസെടുത്ത് ഈ ആസറ്റിൻ്റെ കന്നാസെടുത്ത് ഇങ്ങരായി കൊടുക്കാനും ബാക്കിയുള്ള ചാര ഇവർ രണ്ടുപേരും കുടിച്ചിട്ട് മരിച്ചില്ല. അപ്പോൾ ഇവൻ ആ തൊടാതെ ആ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് വെച്ച് ഇച്ചിരി ചാരായ മുകളിൽ ഒഴിച്ച് വെച്ചിട്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞാണ് കുടിക്കാൻ പറഞ്ഞാണ്. അല്ലെങ്കിൽ പിന്നെ ആ പെരയ്ക്കകത്ത് ഇത്രയും സംഭവം നടന്നിട്ട് പിന്നെ അവൻ കഥ ഉറക്കാതിരിക്കുമോ? അവൻ മരിക്കട്ടെന്ന് തന്നെ ചെയ്തതാ. സബീന ആത്മഹത്യ ചെയ്യാൻ കാരണം എന്തായിരിക്കും? ഈ മക്കളോട്ടുള്ള വിഷയമാണ്. ഈ മക്കളോട്ടുള്ള വിഷയം. കാരണം ഈ പെങ്കൊച്ചുള്ള വിഷയവും ഈ തിരക്കനുമായിട്ട് അന്ന് 12-ാം തീയതി ഫോണിൽ സംസാരിച്ച വിഷയമുണ്ട്. ഫോൺ പോലീസുകാരെ ഇരിപ്പുണ്ട്. അവർ തമ്മിൽ ഭയങ്കര വിഷയമായിരുന്നുവെന്ന് കൂട്ടിലുള്ള പെണ്ണുങ്ങൾ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. എല്ലാവർക്കും മീൻ ഫ്രീ ആയിട്ട് വാരി കൊടുത്തു. എൻ്റെ മക്കളൊന്നും ശരിയല്ല, അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഈ കൊച്ച് കരഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഈ റൂട്ടിലെ അതിന് 1000 സാക്ഷിയുണ്ട്. പറഞ്ഞേ ഞങ്ങളുടെ റൂട്ടിൽ പോകുന്ന റൂട്ടാണ്. നമ്മൾ മീൻ കൊണ്ട് റൂട്ടിൽ പോകുന്ന പറ്റുമോ? ഒരു 5-6 വർഷത്തിന് മുമ്പ് ഈ കൊച്ചിനെ അടുത്ത് ശരിയാക്കി ഇവനങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ പാവപ്പെട്ട കൊച്ചു കയറി അങ്ങ് തൂങ്ങി. അങ്ങനെ ഞാൻ കഥയുമായിട്ട് പൊളിച്ച് കയറി അറുത്തിട്ട് രക്ഷപ്പെടുത്തി. അങ്ങനെ കൊണ്ടുവന്ന പച്ച പിന്നെ മേലെ ഞാൻ ആവർത്തിച്ചിട്ടില്ല. ഞാൻ കൊച്ചിന് എല്ലായിടത്തും പറഞ്ഞ് എൻ്റെ അടുത്തും പറഞ്ഞ് ഞാൻ ഇനി ഒരാമ്പളായിട്ട് ജീവൻ ഞാൻ എടുത്തിട്ട് ഞാൻ പോകത്തോളെന്ന് പറഞ്ഞ് ആ കൊച്ച് സത്യം ചെയ്തതാണ്. പിന്നെ ഈ സംഭവിച്ചതെന്താണെന്ന് എനിക്കറിയണം, അത്രയേ ഉള്ളൂ. ആത്മഹത്യ അല്ല എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമുണ്ട്. ഇനി പോലീസ് റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. അവർ ഇവന് സൈഡ് ഇരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് എന്തോ വരുമെന്ന് എനിക്കറിയത്തില്ല.
പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലും ഇവർ നോക്കും. പിന്നെ അവൻ ആസെറ്റ് കറക്റ്റ് ഒഴിച്ചു കൊടുത്തത് തന്നെ, കള്ളിനകത്ത് ഒഴിച്ചു കൊടുത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് തന്നെ സംഭവം എന്നുവെച്ചാൽ എല്ലാ കാര്യവും ഇവിടെ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ വിവരം അറിയുമ്പോൾ അവിടെ പോകും, എല്ലാവരും കൂടെ പോകുമ്പോൾ പ്രശ്നമാവും. അന്നേരം അങ്ങനെ ഇത് ഇനി അറിയണ്ടെന്ന് പറഞ്ഞ് ചെയ്ത പണിയാണ്. അല്ലെങ്കിൽ ഒരാൾ സ്വന്തമായിട്ട് ആസെറ്റ് പിടിച്ചാലോ വിഷം അടിച്ചാലോ എടുത്തുകൊണ്ട് ആശുപത്രിയിലല്ലേ പോകുള്ളൂ. ഇത് അവിടെ കിടന്ന് മരിക്കുന്നിടം വരെയല്ലേ അവിടെ ഇട്ടുന്നത്. പിന്നല്ലേ എടുത്തുകൊണ്ട് പോയത് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് ആൾ മരിച്ചു. ഒരു മുറിക്കകത്ത് ഇയാൾ ഈ കൊച്ച് കയറിയപ്പോഴത്തേക്ക് ഇയാൾ കഥ അടച്ച് മരുന്ന് അതിനകത്ത് ഒഴിച്ച് ആസെറ്റും കൂടെ ചേർത്ത് വെച്ചിരുന്നു. ഈ കൊച്ചെടുത്ത് കുടിച്ച് കുടിച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ആ ഒരു ടൈം. കാരണം ക്യാമറയിൽ സംഭവം നടക്കുന്നത് ഒരു 1:45 2 മണി ആ ഒരു ടൈമിലാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് 3:45 4 മണി ആ ഒരു ടൈമിൽ, 4:12 ആ ടൈമിലാണ് ഡെത്ത് ഉറപ്പിക്കുന്നത്. ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ കറക്കി ആദ്യം വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുവന്ന് മെഷീനിൽ കയറ്റുന്നത്. അടിക്കാൻ വേണ്ടി തന്നെ ചെയ്യിപ്പിച്ചത്. കാരണം പുള്ളി ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പുള്ളി ഇങ്ങനെ കറക്കേണ്ട കാര്യമില്ല, പുള്ളി ഇങ്ങനെ എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. ആരൊരാൾ നമ്മൾ മരിക്കുക, ഇപ്പോൾ റോഡിലായാലും ഒരാൾ കുഴഞ്ഞു വീണാൽ നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും. ഇത് പുള്ളി വീട്ടിനകത്തായിട്ട് എടുക്കാൻ ഇത്ര നിരസിച്ചെങ്കിൽ പുള്ളി തന്നെയല്ലേ ഇതിൻ്റെ കാരണക്കാരൻ. ഇപ്പോൾ നടക്കുന്ന കേസന്വേഷണം പുള്ളി പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ട് അത് ഒത്തുതീർപ്പാക്കാനുള്ളൊരു ഇതാണ് നടക്കുന്നത്. നമ്മളിതിൻ്റെ മേലിലോട്ട് കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് പുനരന്വേഷണം നടത്താനായിട്ട്. എനിക്കറിയില്ല ഇവരെല്ലാം കൂടെ എന്തോ ചെയ്യുന്നതെന്ന്. അവർ ചെയ്യട്ടെ, എൻ്റെ കാര്യം ഞാൻ തെറ്റുകാരനല്ല എന്ന് പോലീസുകാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സബീനയായിട്ട് ഒന്നും പ്രശ്നമൊന്നുമില്ല. സന്തോഷമായ ജീവിതമായിരുന്നു. മൂത്താപ്പ എന്ന് പറഞ്ഞു